ഈ വീഡിയോയിൽ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ബാലൻസ് ഷീറ്റിൻ്റെ പ്രിപ്പറേഷനാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് വീഡിയോസിലും നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതായത് കമ്പനീസ് ആക്ട് 2013 പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന വെർട്ടിക്കൽ ഫോമാറ്റ് അനുസരിച്ച് പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസും ബാലൻസ് ഷീറ്റുമാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതായത് ട്രയൽ ബാലൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ ട്രയൽ ബാലൻസ് വെച്ചുകൊണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണം. ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഒരു PQ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ട്രയൽ ബാലൻസ് ആണ് നമുക്ക് തന്നേക്കുന്നത്. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഉണ്ട്. നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെയായിരിക്കും? എക്സ്പെൻസുകളും അസറ്റുകളും. ക്രെഡിറ്റ് സൈഡിൽ ഇൻകംസും ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഐറ്റംസ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഡെബിറ്റ് സൈഡിൽ കിടക്കുന്ന എക്സ്പെൻസുകളെല്ലാം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ റെക്കോർഡ് ചെയ്യണം. അതുകൂടാതെ ക്രെഡിറ്റ് സൈഡിൽ കിടക്കുന്ന ഇൻകത്തിനെയെല്ലാം നമ്മൾ അതിനെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. പിന്നീട് ബാക്കി കിടക്കുന്ന റിമൈനിങ് ബാലൻസസിനെ നമ്മൾ എവിടോട്ട് കൊണ്ടുപോകും? ബാലൻസ് ഷീറ്റിൽ. റിമൈനിങ് ആയിട്ടുള്ള ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുന്ന അസറ്റാവും. അസറ്റ്സിനെ എല്ലാം ബാലൻസ് ഷീറ്റിലോട്ട് കൊണ്ടുപോകും. അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിൽ കിടക്കുന്ന റിമൈനിങ് ബാലൻസസ് എന്ന് പറയുന്നത് ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമുള്ള റിമൈനിങ് ബാലൻസസ് എന്തായിരിക്കും? ഇക്വിറ്റി ഓർ ലയബിലിറ്റി ആയിരിക്കും. അതിനെയും നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുപോകാം. ഇനി ഓരോ ഐറ്റംസ് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഐറ്റം ഇസ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് ₹10 ഈച്ച്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്ര രൂപയാണ്? കമ്പനി ഓൾറെഡി ഷെയർസ് ഇഷ്യൂ ചെയ്ത് ₹3,00,000 റേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഷെയറിൻ്റെ വിലയും ഇവിടെ പറയുന്നുണ്ട്. എത്ര രൂപയെന്നാണ് പറയുന്നത്? ₹10 എന്നാണ് പറയുന്നത് ഒരു ഷെയറിന്. അപ്പോൾ ഇവർ എത്ര ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവാം? കാരണം വർക്കിംഗ് നോട്ട്സിൽ നമ്മൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ കാണിക്കണം. അവരെത്ര ഷെയർസ് ആയിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്? ₹3,00,000 അല്ലേ ടോട്ടൽ അവർക്ക് റിസീവ് ചെയ്തിരിക്കുന്നത് ക്യാപിറ്റലായിട്ട്. ദാറ്റ് ഡിവൈഡഡ് ബൈ പ്രൈസ് ഓഫ് 1 ഷെയർ ഡിവൈഡ് ബൈ 10, ദാറ്റ്സ് ഈക്വൽ ടു 30,000 ഷെയർസാണ് ഇവർ മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അറ്റ് ദ റേറ്റ് ഓഫ് ₹10. അങ്ങനെയാണ് ₹3,00,000 റേസ് ചെയ്തേക്കുന്നത് ക്യാപിറ്റലായിട്ട്. ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിൽ പോകുന്ന ഐറ്റമാണ്. ഇനി അടുത്ത റീറ്റെയിൻഡ് ഏർണിങ്സ്. റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത് റിമൈനിങ് പ്രോഫിറ്റ്. അതായത് ലാസ്റ്റ് ഇയറിൽ റിമൈനിങ് പ്രോഫിറ്റാണ് എത്ര? ₹1,60,000. നെക്സ്റ്റ് ഐറ്റം ലാൻഡ് ഡെബിറ്റ് സൈഡിലാണ് കിടക്കുന്നത്. ഡെബിറ്റ് സൈഡിലായതുകൊണ്ട് 2 ചോയ്സ് നമുക്കുള്ളത്. ഇറ്റ് വിൽ ബി ഈദർ ആൻ അസറ്റ് ഓർ എക്സ്പെൻസ്. ലാൻഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ്സ് ആൻ അസറ്റ്, ഇറ്റ്സ് എ ഫിക്സ്ഡ് അസറ്റ്. സോ ദിസ് വിൽ ഗോ ടു ബാലൻസ് ഷീറ്റ്. റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത് പ്രോഫിറ്റാണ്. ഇത് എവിടെ പോവും? ഒന്നിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കറണ്ട് ഇയർ പ്രോഫിറ്റിനോട് ആഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് റിസർവ് ആൻഡ് സർപ്ലസിൻ്റെ അണ്ടറിൽ അഡ്ജസ്റ്റ് ചെയ്താലും മതിയാവും. ഓക്കെ. ഇനി അടുത്തത് ബിൽഡിംഗ് അറ്റ് കോസ്റ്റ്. ബിൽഡിംഗ് അറ്റ് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു അസറ്റാണ്. അസറ്റിൻ്റെ കോസ്റ്റ് പ്രൈസാണ് തന്നേക്കുന്നത് 98,000. അതായത് ഇത് എന്നോ പർച്ചേസ് ചെയ്തതാണ്, എന്നെന്ന് പറയുന്നില്ല. പർച്ചേസ് ചെയ്തപ്പോൾ ഉള്ള കോസ്റ്റാണ് ₹98,000. ഇറ്റ്സ് എ ഫിക്സ്ഡ് അസറ്റ്. നെക്സ്റ്റ് ഇസ് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ. അതായത് നമ്മളിപ്പോൾ ഇനി മുന്നേ പറഞ്ഞ ബിൽഡിംഗ് ഉണ്ടല്ലോ, ബിൽഡിങ്ങിൻ്റെ ഇതുവരെ ചാർജ് ചെയ്തിരിക്കുന്ന ഡിപ്രിസിയേഷൻ. അതായത് ഈ അക്കൗണ്ടിങ് ഇയറിൽ ഇതിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തേ ഉള്ളൂ. ഇതുവരെ ചാർജ് ചെയ്തിരിക്കുന്ന ഡിപ്രിസിയേഷനാണ് എത്ര രൂപ? ₹19,600 ആണ്. അതായത് ആ ബിൽഡിങ്ങിന് അപ്പോൾ എത്രയേ ഉള്ളൂ? ഈ ഇയർ ബിഗിനിങ് ആയപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന അക്കൗണ്ടിങ് ഇയർ ബിഗിനിങ് ആയപ്പം 98,000 മൈനസ് ₹19,600 ആണ് അതിൻ്റെ നെറ്റ് ബുക്ക് വാല്യൂ ആയിട്ട് ഉള്ളത്. ഇനി അടുത്ത് എക്യുപ്മെൻറ്റും ഒരു ഫിക്സ്ഡ് അസറ്റാണ്. അതിൻ്റെ കോസ്റ്റ് പ്രൈസാണ് തന്നേക്കുന്നത് ₹1,40,000. നെക്സ്റ്റ് ഇസ് ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് സാധാരണ ട്രയൽ ബാലൻസിനുള്ളിലാണ് തരുന്നത്, എങ്കിൽ അത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. അഡ്ജസ്റ്റ്മെൻറ്റിൽ ക്ലോസിംഗ് സ്റ്റോക്ക് പറയുന്നുണ്ടെങ്കിൽ, അതായത് ക്ലോസിംഗ് ഇൻവെൻട്രി പറയുന്നുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും ഓപ്പണിംഗ് ഇൻവെൻട്രി ആയിരിക്കും. 89,000 ഓപ്പണിംഗ് ഇൻവെൻട്രി നമ്മൾ എവിടെ കാണിക്കാറുള്ളത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ. അതും ചേഞ്ചസ് ഇൻ ഇൻവെൻട്രി എന്ന് പറഞ്ഞ ഒരു ഹെഡിങ്ങിലാണ് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കുന്നത്. നെക്സ്റ്റ് ഇസ് പർച്ചേസസും ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ടാണ് 6,10,000. നെക്സ്റ്റ് ഇസ് ഡിസ്കൗണ്ട് റിസീവ്ഡ്. ഇറ്റ്സ് എൻ ഇൻകം. എവിടെ കാണിക്കും? പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ ക്രെഡിറ്റ് സൈഡിലല്ലേ കിടക്കുന്നത്. ഡിസ്കൗണ്ട് അലൗഡ്. ഇറ്റ്സ് എൻ എക്സ്പെൻസ് വിച്ച് വിൽ ബി ഷോൺ ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർ ദി ഹെഡിങ് എക്സ്പെൻസ്. എക്സ്പെൻസിൻ്റെ അണ്ടറിൽ പിന്നെയും സബ് ഹെഡിങ്സ് ഉണ്ടല്ലോ, അതിനകത്ത് അതർ എക്സ്പെൻസിലാണ് ഡിസ്കൗണ്ട് അലൗഡിനെ നമ്മൾ റെക്കോർഡ് ചെയ്യാറുള്ളത്. നെക്സ്റ്റ് സെയിൽസ് എന്ന് പറയുന്നത് മെയിൻ ഇൻകം ആണ്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ റെക്കോർഡ് ചെയ്യും. നെക്സ്റ്റ് ഐറ്റം സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ സെയിൽസ് നമ്മൾ സെയിൽ ചെയ്തത് കുറച്ച് തിരിച്ചു വന്നു എത്ര രൂപയുടെ തിരിച്ചു വന്നു എന്നാണ് പറയുന്നത്? ₹17,500. അപ്പോൾ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ ചെയ്യണം. സോ വി നീഡ് ടു ഡു ദിസ് ആസ് എ വർക്കിംഗ് നോട്ട്. ഇപ്പോഴല്ലേ നെറ്റ് സെയിൽസ് ഫിഗർ കിട്ടും. ഈ നെറ്റ് സെയിൽസ് ഫിഗറെ നമ്മൾ എവിടെ കാണിക്കാൻ പാടുള്ളൂ? പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ റവന്യൂ ഫ്രം ഓപ്പറേഷനായിട്ട് കാണിക്കാൻ പാടുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് ഐറ്റം ബിൽസ് റിസീവബിൾ ഇസ് എൻ അസറ്റ്.
which will be shown under the heading current asset. Bills payable, it's a liability, which will be shown under the heading current liability, 70,000. Trade debtors എന്ന് പറയുന്ന ഒരു current asset ആണ്, which will be shown under the heading trade receivables. Next is trade creditor, it's a current liability, which will be shown under the heading trade payables. നെക്സ്റ്റ് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ഓഫ് എക്യുപ്മെൻറ്റ്. ഇതിന് മുകളിലായിട്ട് നമ്മളൊരു എക്യുപ്മെൻറ്റ് കണ്ടായിരുന്നു, എക്യുപ്മെൻറ്റ് അറ്റ് കോസ്റ്റ് 1,40,000. ആ എക്യുപ്മെൻറ്റിന് ഇതുവരെ ചാർജ് ചെയ്ത ഡിപ്രിസിയേഷനാണ് ഈ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ. ദാറ്റ് ഇസ് 28,000. അപ്പോൾ 28,000 രൂപയോളം ഇതുവരെ നമ്മൾ ഡിപ്രിസിയേഷനായിട്ട് ഇതിന് ചാർജ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സാലറി പേയബിൾ. സാലറി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു എക്സ്പെൻസ് ആയിട്ടാണ് തോന്നുന്നത് അല്ലേ? പക്ഷേ ഇവിടെ നോക്കിയപ്പം എക്സ്പെൻസ് സൈഡിലല്ല അത് കാണിച്ചിരിക്കുന്നത്, ഡെബിറ്റ് സൈഡിലല്ല കാണിച്ചിരിക്കുന്നത്. എവിടെയാണ് കാണിച്ചിരിക്കുന്നത്? ഇറ്റ് ഷോൺ ഇൻ ക്രെഡിറ്റ് സൈഡ്. ക്രെഡിറ്റ് സൈഡിലാണ് നമുക്ക് രണ്ട് ചോയ്സാണുള്ളത്. ഇറ്റ് വിൽ ബി ഈതർ എ ലയബിലിറ്റി ഓർ എൻ ഇൻകം. എന്തായാലും സാലറി പേയബിൾ എന്ന് പറയുന്ന ഒരു ഇൻകം അല്ലല്ലോ. അപ്പോൾ എന്താണത്? ഇറ്റ്സ് എ ലയബിലിറ്റി. പേയബിൾ നമ്മൾക്ക് കൊടുക്കാനുണ്ട്. ഓക്കെ, നമ്മൾ നമ്മുടെ എംപ്ലോയീസിന് സാലറി കൊടുക്കാനുണ്ട്. ഈ വർഷം കൊടുക്കേണ്ടതായിരുന്നു, പക്ഷെ നമ്മൾ കൊടുത്തിട്ടില്ല. സോ ഇറ്റ്സ് എ ലയബിലിറ്റി, കറൻറ്റ് ലയബിലിറ്റി ആയിട്ട് കാണിക്കണം. അടുത്തത് റെൻറ്റ് റിസീവ്ഡ് ഇസ് എൻ ഇൻകം. ഇറ്റ്സ് ഇൻ ക്രെഡിറ്റ് സൈഡ്. അതർ ഇൻകം എന്ന് പറഞ്ഞാൽ, അതായത് അതർ റവന്യൂ എന്ന് പറയുന്ന ഹെഡിങ്ങിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കേണ്ടതാണ്. നെക്സ്റ്റ് സാലറി ടു സ്റ്റാഫ് ഇസ് ഇൻ ഡെബിറ്റ് സൈഡ്. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് എൻ എക്സ്പെൻസ് വിച്ച് വിൽ ബി ഷോൺ അണ്ടർ ദി ഹെഡിങ് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്. നെക്സ്റ്റ് റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ്, എറ്റ് അനദർ എക്സ്പെൻസ് വിച്ച് വിൽ ബി ഷോൺ അണ്ടർ ദി ഹെഡിങ് അതർ എക്സ്പെൻസ്. നെക്സ്റ്റ് ഇസ് ഇൻറ്ററിം ക്യാഷ് ഡിവിഡൻറ്റ്. ഇത് കൊടുത്തതാണ് കമ്പനി അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻറ്റ് കൊടുത്ത്. ഇൻറ്ററിം മീൻസ് പെയ്ഡ് ഇൻ ബിറ്റ്വീൻ ദി അക്കൗണ്ടിങ് പീരീഡ്. എത്ര രൂപ ഇൻറ്ററിം ഡിവിഡൻറ്റ് പേ ചെയ്തിട്ടുണ്ടെന്ന് ഇവിടെ ഇലക്ട്രിസിറ്റി ഉണ്ട്, അതും എന്താ അതർ എക്സ്പെൻസിൽ വരുന്നതാണ്. അതിനുശേഷമാണ് ഇൻറ്ററിം ക്യാഷ് ഡിവിഡൻറ്റ് 30,000. ഇറ്റ്സ് എൻ എക്സ്പെൻസ് ആയിട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിലാണ് കാണിക്കേണ്ടത്. പ്രോഫിറ്റ് എല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇൻറ്ററിം ഡിവിഡൻറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിലല്ല നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം? റിസർവ് ആൻഡ് സർപ്ലസിലോട്ടല്ലേ ഈ പ്രോഫിറ്റിനെ കൊണ്ടുപോകുന്നത്, അവിടെ അഡ്ജസ്റ്റ് ചെയ്താലും മതി. പ്രോഫിറ്റിൽ നമ്മൾ ബാലൻസ് ഷീറ്റിലോട്ട് കൊണ്ടുപോകുന്ന പ്രോഫിറ്റിൽ നിന്നും ഈ ഇൻറ്ററിം ക്യാഷ് ഡിവിഡൻറ്റ് ഡിഡക്റ്റ് ചെയ്താൽ മതി. കാരണം അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് അത്രയും കണ്ട് കുറയുമല്ലോ. ഒരു കാര്യമേ ഉള്ളൂ, പ്രോഫിറ്റ് കുറയണം, ബിക്കോസ് ഇറ്റ്സ് എൻ എക്സ്പെൻസ്. നെക്സ്റ്റ് ഇസ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. ഇറ്റ്സ് ഇൻ ക്രെഡിറ്റ് സൈഡ്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡെറ്റേഴ്സിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യുകയാണ് വേണ്ടത് ഈ 6,000 rupees. നെക്സ്റ്റ് സെല്ലിംഗ് എക്സ്പെൻസ് വിച്ച് വിൽ ബി ഷോൺ ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർ ദി ഹെഡിങ് അതർ എക്സ്പെൻസ്. പിന്നീട് ബോൺസ് പേയബിൾ എന്ന് പറയുന്നത്, പിന്നീട് സെല്ലിംഗ് എക്സ്പെൻസ് അതിന് ഫ്രൈറ്റ് ഇൻവേർഡ്. പണ്ട് നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കുന്ന ഒരു ഐറ്റം അല്ലേ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പർച്ചേസസിൻ്റെ കൂടെ ഈ ഫിഗറും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ പർച്ചേസ് ഫിഗർ അത്രയും കണ്ട് കൂടും. ഓക്കെ, പർച്ചേസ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. സോ ഫ്രൈറ്റ് ഇൻവേർഡ് ഷുഡ് ബി ഷോൺ ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ്. അതൊരു എക്സ്പെൻസ് ആണ്. അപ്പോൾ എവിടെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി? പർച്ചേസസ് എന്ന് പറയുന്ന കോസ്റ്റിൻ്റെ കൂടെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാവും. ബോൺസ് പേയബിൾ എവിടെ കിടക്കുന്ന നോക്കി? 1,00,000 rupee എന്ന് പറയുന്ന ക്രെഡിറ്റ് സൈഡിൽ കിടക്കുവാണ്. അതിൻ്റെ മീനിങ് എന്താ? ഇതൊരു ഇൻകം അല്ലെങ്കിൽ ഒരു ലയബിലിറ്റി. ബോണ്ട് പേയബിൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഇറ്റ്സ് എ ലയബിലിറ്റി. ലോങ് ടേം ബോറോയിങ്സ് എന്നുള്ള ഹെഡിങ്ങിൽ എഴുതാം, അതായത് നോൺ കറൻറ്റ് ലയബിലിറ്റി ആയിട്ട് കാണിക്കാം. നെക്സ്റ്റ് ഇസ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ലാൻഡ്. ഇറ്റ്സ് എൻ ഇൻകം എന്ന് പറയുമ്പോൾ എവിടെ കാണിക്കേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ അതർ ഇൻകം എന്നുള്ള ഹെഡിങ്ങിൽ കാണിക്കാം പ്രോഫിറ്റ് ഓൺ സെയിൽ. ലാസ്റ്റ് ഐറ്റം ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്, അതായത് ബാലൻസ് ഷീറ്റിൽ കറണ്ട് അസറ്റ് ആയിട്ട് കാണിക്കേണ്ടതാണ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ട്രയൽ ബാലൻസിൽ ഉള്ള ഓരോ ഫിഗേഴ്സും, നമ്മൾ ഈ വായിച്ച ഓരോ ഫിഗേഴ്സും എവിടെയെങ്കിലും ഒരിടത്തെങ്കിലും കാണിക്കണം. അതായത് ഒന്നിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻകം ആയിട്ടോ എക്സ്പെൻസ് ആയിട്ടോ, അല്ലാതുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റിൽ അസറ്റ് ആയിട്ടോ ലയബിലിറ്റി ആയിട്ടോ ഒരു ഐറ്റവും നമ്മൾ ലീവ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യണം. നമ്മൾ ഈ ഫിഗേഴ്സ് എല്ലാം എവിടെയെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടോ? എവിടെയെങ്കിലുമൊക്കെ എഴുതിയാൽ പോരാ. അസറ്റിനെ എടുത്ത് എക്സ്പെൻസ് ആയിട്ടോ എക്സ്പെൻസിനെ എടുത്ത് അസറ്റ് ആയിട്ടെന്ന് എഴുതിയാൽ പോരാ, കറക്റ്റായിട്ട് എഴുതി പോകണം. ഓക്കെ, ഇനി അഡീഷണൽ ഇൻഫർമേഷൻ വരുന്നതെന്ന് വെച്ചാൽ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം വരുന്ന ട്രാൻസാക്ഷൻസ് ആണ് സാധാരണ നമ്മൾ അഡീഷണൽ ഇൻഫർമേഷനായിട്ട് കൊടുക്കാറുള്ളത്. ഫസ്റ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അതൊരു ജനറൽ ഇൻഫർമേഷനാണ് കേട്ടോ. ഇവിടെ തന്നിരിക്കുന്ന ഫസ്റ്റ് വൺ, ദി കമ്പനി വാസ് ഇൻകോർപ്പറേറ്റഡ് വിത്ത് എൻ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓഫ് ₹10 lakh ഡിവൈഡഡ് ഇൻ ടു ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each. അതായത് ഓതറൈസ്ഡ് ക്യാപിറ്റലിനെ കുറിച്ചാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിനുള്ളിൽ എഴുതുമൊന്നും വേണ്ട, പക്ഷേ നമ്മൾ വർക്കിങ്ങിൽ കാണിക്കാറുണ്ട്, അതിന് മാർക്സ് തരാറുണ്ട്, അതുകൊണ്ടാണ് അത് കാണിക്കണം. ഷെയർ ക്യാപിറ്റൽ, ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് എന്ത് എഴുതുക? 10 lakh rupees ആണ് മാക്സിമം റേസ് ചെയ്യാവുന്നത്. പക്ഷെ നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോഴാണ് 10 lakh rupee? എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു ഷെയറിന് 10 രൂപ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ 10 lakh ഡിവൈഡഡ് ബൈ 10 rupee, ദാറ്റ് ഇസ്
1 lakh ഷെയർസാണ് ഇഷ്യൂ ചെയ്തത്. 1 lakh ഷെയർസ് 10 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തപ്പോഴാണ് 10 lakh മാക്സിമം അവർക്ക് റേസ് ചെയ്യാൻ സാധിക്കുന്നത്. അത്രയും അവർ ഇഷ്യൂ ചെയ്തിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ ട്രയൽ ബാലൻസിൽ കണ്ടായിരുന്നു 3 lakh റുപ്പീസേ ക്യാപിറ്റലായിട്ട് കളക്ട് ചെയ്തിട്ടുള്ളൂ. അതായത് 30,000 ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. 1 lakh ഇഷ്യൂ ചെയ്യാം, പക്ഷേ ഇതുവരെ അവർ എത്ര ഇഷ്യൂ ചെയ്തിട്ടുള്ളത്? 30,000. ഇനി അടുത്തത് ഇൻവെൻട്രി ആസ് ഓൺ ക്ലോസിംഗ് ഡേറ്റ്. 31st March 2017 ആണ് ഇവരുടെ അക്കൗണ്ടിങ് ഇയർ എൻഡ്. അപ്പോൾ അക്കൗണ്ടിങ് ഇയർ ബിഗിനിങ് എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദി ഇയർ എൻഡഡ് 31st March 2017. അപ്പോൾ അക്കൗണ്ടിങ് ഇയർ ബിഗിനിങ് വിൽ ബി 1st April 2016 ആൻഡ് അക്കൗണ്ടിങ് ഇയർ എൻഡ് ഇസ് 31st March 2017. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുന്ന പ്രോബ്ലത്തിൻ്റെ അക്കൗണ്ടിങ് ഇയർ. ഇപ്പോൾ ഇൻവെൻട്രി ഓൺ ക്ലോസിംഗ് ഡേറ്റ്. ഇപ്പോൾ ക്ലോസിംഗ് ഇൻവെൻട്രി തന്നിട്ടുണ്ട്. ക്ലോസിംഗ് ഇൻവെൻട്രി രണ്ടിടത്ത് അഡ്ജസ്റ്റ് ചെയ്യണം. എവിടെയൊക്കെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസിൻ്റെ അണ്ടറിലും അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നീട് ഇത് ബാലൻസ് ഷീറ്റിൽ കറണ്ട് അസറ്റായിട്ടും കാണിക്കണം. നെക്സ്റ്റ് ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ അറിയാലോ എന്ത് ചെയ്യണമെന്ന്. ഡിപ്രിസിയേഷൻ ഇസ് എൻ എക്സ്പെൻസ് വിച്ച് വിൽ ബി ഷോൺ in profit and loss statement, and also we have to deduct this from that particular asset in the balance sheet. ഇപ്പോൾ ഡിപ്രിസിയേഷൻ എന്താണ് പറയുന്നത്? ബിൽഡിങ്ങിന് 5% യൂസിങ് റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ്. റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് എന്ന് പറയുമ്പം നെറ്റ് ബുക്ക് വാല്യൂവിനെ ആണ് നമ്മൾ 5% എടുക്കേണ്ടത്. നെറ്റ് ബുക്ക് വാല്യൂവിൻ്റെ 5% ആണ് എടുക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താണ്? ബിൽഡിങ്ങിൻ്റെ കോസ്റ്റും തന്നിട്ടുണ്ട്, ഇതുവരെ ചാർജ് ചെയ്ത ഡിപ്രിസിയേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ കോസ്റ്റിൽ നിന്നും അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യുമ്പോൾ നെറ്റ് ബുക്ക് വാല്യൂവിൽ അറൈവ് ചെയ്യാം. പിന്നീട് ആ നെറ്റ് ബുക്ക് വാല്യൂവിൻ്റെ 5% ബിൽഡിങ്ങിൻ്റെ ഡിപ്രിസിയേഷൻ. അത് ഏത് മെത്തേഡ് യൂസ് ചെയ്താണ്? റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ്. നെക്സ്റ്റ് ഇസ് എക്യുപ്മെൻറ്റ്. എക്യുപ്മെൻറ്റിന് 20% ദാറ്റ് ഈസ് യൂസിങ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. എന്താ? കോസ്റ്റിനാണ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കോസ്റ്റിനായിരിക്കും നമ്മൾ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് 1,40,000 റുപ്പീസ് ആയിരുന്നു. അതിൻ്റെ 20%. ഓക്കെ. ദെൻ ദ നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇസ് ദി കമ്പനി ഹാഡ് ഇഷ്യൂഡ് ബോണ്ട്സ് ഓൺ 1st October 2016. The interest is payable half yearly on 1st April and 1st October. The rate of interest is 12%. നമ്മുടെ അക്കൗണ്ടിങ് ഇയർ ബിഗിൻ ചെയ്തത് 1st April 2016 അക്കൗണ്ടിങ് ഇയർ എൻഡ് ചെയ്യുന്നത് എന്നാണ്? അക്കൗണ്ടിങ് ഇയർ വിൽ എൻഡ് ഓൺ 31st March 2017. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ബോണ്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 1st October ഇവർക്ക് ഇങ്ങനെ ഒരു ലയബിലിറ്റി ഉണ്ടായത്, ബോണ്ട് എന്നും പറഞ്ഞിട്ടുള്ള. അപ്പം അതിൻ്റെ ഇൻട്രസ്റ്റ്, ബോണ്ട് എന്ന് പറയുന്നത് ലയബിലിറ്റിയാണ്. നമ്മൾ ലോൺ എന്നുള്ള രീതിയിൽ ബോറോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് കൊടുക്കണം. ഇൻട്രസ്റ്റ് ഹാഫ് ഇയർലി ആണ് കൊടുക്കേണ്ടത്. ഹാഫ് ഇയർലി ആകുമ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് 1 ഏപ്രിലും പിന്നീട് ഉള്ള ഒക്ടോബർ. അതായത് ഒക്ടോബറിന് ഇഷ്യൂ ചെയ്ത ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് കഴിയുമ്പോൾ 6 മാസം. അപ്പോൾ 6 മാസത്തെ ഇൻട്രസ്റ്റ് ഡ്യൂ ആയിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് എത്ര വരും? ബോണ്ട് 1 lakh റുപ്പീ എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. 1 lakh റുപ്പീസിൻ്റെ 12%. അതിന് എത്ര മാസത്തേത് മാത്രമേ ഉള്ളൂ? ഈ അക്കൗണ്ടിങ് പീരീഡിൽ എത്ര മാത്രമേ ഡ്യൂ ആവുന്നുള്ളൂ? 6 മന്ത്സിൻ്റെ അല്ലേ ഉള്ളൂ. അതായത് 1 lakh × 12% × 6 months. പിന്നീട് അടുത്ത വർഷമാണ് അടുത്തത് ഡ്യൂ ആവുന്നത്. അത് നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ അക്കൗണ്ടിങ് ഇയറിനുള്ളിൽ ഒരു ഇൻട്രസ്റ്റേ ഡ്യൂ ആവുന്നുള്ളൂ. അപ്പോൾ ആ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസാണ്. ഫിനാൻസ് കോസ്റ്റ് എന്നുള്ള അണ്ടറിൽ വരും. പിന്നീട് ഇത് പേ ചെയ്തിട്ടില്ല. ഈ ഇൻട്രസ്റ്റ് നമ്മൾ പേ ചെയ്യാത്തിടത്തോളം ഇതൊരു ലയബിലിറ്റിയാണ്. ലയബിലിറ്റി എന്നും പറഞ്ഞ് അത് കറണ്ട് ലയബിലിറ്റിയുടെ. പിന്നെ അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കാം. അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫൈനൽ ഡിവിഡൻഡ് ഓഫ് ₹15,000 വാസ് ഡിക്ലെയർഡ് ഓൺ 31st March 2017. അപ്പോൾ ഫൈനൽ ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സിന് വീണ്ടും ഡിവിഡൻഡ് കൊടുക്കും. നമ്മൾ ഇടയ്ക്ക് ഒരു ഇൻട്രീം ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി പേ ചെയ്ത് കഴിഞ്ഞു 30,000 രൂപയുടെ. അത് കൂടാതെ ഇനിയൊരു ഡിവിഡൻഡും കൂടാണ് ഫൈനൽ ഡിവിഡൻഡ് കൊടുക്കാൻ പോകുന്നു. പക്ഷേ ഇത് കൊടുത്തിട്ടില്ല. കൊടുക്കാത്തിടത്തോളം ഇത് നമ്മുടെ ലയബിലിറ്റിയാണ്. അപ്പോൾ രണ്ടിടത്ത് അഡ്ജസ്റ്റ് ചെയ്യണം. ഡിവിഡൻഡ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസാണ്. സോ വി നീഡ് ടു ഡിഡക്റ്റ് ഇറ്റ് ഫ്രം പ്രോഫിറ്റ്. ദെൻ സിൻസ് ഇറ്റ് ഇസ് നോട്ട് പെയ്ഡ് വി ഷുഡ് ഷോ ഇറ്റ് ആസ് എ കറണ്ട് ലയബിലിറ്റി. അപ്പോൾ അത് ഓർത്തോണേ. ഇനി അടുത്തത് ഇൻകം ടാക്സ് റേറ്റ് ഇസ് 28%. അപ്പോൾ ഇൻകം ടാക്സ് ഉണ്ട്. ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസാണ്. അത് പ്രോഫിറ്റിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യേണ്ട ഐറ്റമാണ്. എന്തിൻ്റെ 28%? പ്രോഫിറ്റിന്. നമ്മൾ ആദ്യം ഇൻകം മൈനസ് എക്സ്പെൻസ് നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. ആ പ്രോഫിറ്റിൻ്റെ 28% ഇൻകം ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ആ 28% പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിലും കാണിക്കണം. ഇത് പേ ചെയ്യാത്തതുകൊണ്ട് ഇതിനെ ഷോർട്ട് ടേം പ്രൊവിഷൻ എന്ന് പറഞ്ഞ് ബാലൻസ് ഷീറ്റിലും കാണിക്കണം, കറണ്ട് ലയബിലിറ്റിയുടെ അണ്ടറിൽ. ഓക്കെ. നെക്സ്റ്റ് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് 17%. അപ്പോൾ ഇതും അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ടായതുകൊണ്ട് എന്താണ്? കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് ഒരു എക്സ്പെൻസാണ്. 17% കാൽക്കുലേറ്റ് ചെയ്യണം. എന്തിനാണ്? ഡിവിഡൻറ്റിന്. ഇപ്പോൾ ഡിവിഡൻഡ് ടോട്ടൽ എത്രയാണ് പേയബിളായി കിടക്കുന്നത്?
നമ്മൾ ആദ്യം ട്രയൽ ബാലൻസിൽ തന്ന 30,000 ഇപ്പോഴത്തെ ഈ ഫൈനൽ ഡിവിഡൻഡായ 15,000, അതായത് 30,000 പ്ലസ് 15,000 ആണ് കമ്പനി ഈ വർഷം കൊടുക്കേണ്ട ഡിവിഡൻറ്റ്. ആ ഡിവിഡൻറ്റിൻ്റെ 17% കോർപ്പറേറ്റ് ടാക്സ് ആയിട്ട് ഇൻകം ടാക്സ് അതോറിറ്റിക്കും കൊടുക്കണം. അതൊരു എക്സ്പെൻസ് അല്ലേ ഈ 17% എന്ന് പറയുന്നത്. എന്തിൻ്റെയാണ്? ഡിവിഡൻറ്റിൻ്റെ 17%. അത് നമ്മുടെ പ്രോഫിറ്റിൽ നിന്നും കുറയുകയും ചെയ്യും. അതാണ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. പിന്നീട് എന്ത് ചെയ്യണം? ഇത് പേ ചെയ്യാത്തതുകൊണ്ട് അൺപെയ്ഡ് അല്ലേ, അതുകൊണ്ടല്ലേ അഡ്ജസ്റ്റ്മെൻറ്റിൽ വന്നതുകൊണ്ട് നമ്മളിതിനെ കറണ്ട് ലയബിലിറ്റി ആയിട്ട് കാണിക്കുകയും വേണം. അത് കറണ്ട് ലയബിലിറ്റിയിൽ കാണിക്കാം. ഓക്കെ. അപ്പോൾ പ്രോഫിറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, പ്രോഫിറ്റ് കുറയ്ക്കുന്നത്, ഒന്നീ നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഇത് കുറയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ അണ്ടറിൽ നമ്മൾ ഈ പ്രോഫിറ്റിനെ കൊണ്ടുപോകല്ലോ, അവിടെ വെച്ച് കുറച്ചാലും മതി. ഞാൻ ഈ ക്വസ്റ്റ്യനിൽ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇൻട്രീം ഡിവിഡൻറ്റിനെയും പിന്നീട് ഫൈനൽ ഡിവിഡൻറ്റിനെയൊക്കെ അവിടെ, കോർപ്പറേറ്റ് ടാക്സ് ഡിവിഡൻറ്റിനെയൊക്കെ അവിടെ കൊണ്ടുപോയി അഡ്ജസ്റ്റ്, അതായത് ബാലൻസ് ഷീറ്റിൽ കൊണ്ടുപോയി അഡ്ജസ്റ്റ് ചെയ്താണ് കുറച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ. പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഫോമാറ്റൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം. കമ്പനിയുടെ പേര് PQ ലിമിറ്റഡ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദി ഇയർ എൻഡഡ് 31st March 2017. ഓക്കെ. ഫസ്റ്റ് എന്താണ്? ആദ്യം നമ്മൾ ഏത് കോൺസെപ്റ്റിലാണ് ചിന്തിക്കേണ്ടത്? ഇൻകം മൈനസ് എക്സ്പെൻസ്. സോ ഫസ്റ്റ് വി നീഡ് ടു അറേഞ്ച് ദ ഇൻകംസ്. ഇൻകം 2 ഹെഡിങ്ങിലാണ് നമ്മൾ എഴുതാറുള്ളത്. റവന്യൂ ഫ്രം ഓപ്പറേഷനും അതർ ഇൻകവും. റവന്യൂ ഫ്രം ഓപ്പറേഷൻ്റെ വർക്കിംഗ് ചെയ്യണ്ടേ, കാരണം ഇവിടെ സെയിൽസും ഉണ്ട്, സെയിൽസ് റിട്ടേണും ഉണ്ട്. സോ വി നീഡ് ടു ഡു ദി വർക്കിംഗ്. Revenue from operations, sales 11 lakh minus sales return 17,500. So the net sales figure is 10,82,500 rupees. അപ്പോൾ ഇതാണ് നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകേണ്ടത്? റവന്യൂ ഫ്രം ഓപ്പറേഷനിലേക്ക് കൊണ്ടുപോകേണ്ടത്. ഓക്കെ. ഇനി അടുത്തത് അതർ ഇൻകം. അതർ ഇൻകം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇൻകംസ് ഒക്കെ നമ്മൾ കണ്ടായിരുന്നു ട്രയൽ ബാലൻസിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ. അപ്പോൾ ആ ഇൻകംസ് എല്ലാം നമ്മൾ വർക്കിംഗ് നോട്ടിൽ കാണിക്കണം, കാരണം ഇതെല്ലാം കൂടെ ആഡ് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ അതർ ഇൻകമായിട്ട് കാണിക്കാൻ പറ്റുന്ന ഏതൊക്കെയാണ്? ഡിസ്കൗണ്ട് റിസീവ്ഡ്, ദെൻ റെൻറ്റ് റിസീവ്ഡ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ലാൻഡ്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തെടുക്കുമ്പം അതർ ഇൻകം എത്ര വന്ന്? 53,000 rupees വന്ന്. ഈ ഫിഗറിനെ നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ അതർ ഇൻകം, അത് നോട്ട് നമ്പർ 2 ആണ്. 53,000. 2 ഇൻകമേ ഉള്ളൂ, 2 ഇൻകം ഹെഡിങ്ങേ ഉള്ളൂ നമുക്ക്. അത് രണ്ടും കൂടെ ആഡ് ചെയ്തപ്പം ടോട്ടൽ റവന്യൂ എത്ര വന്ന്? 11,35,500 rupees. That is total revenue. Roman letter 3 നമ്മൾ എഴുതും ടോട്ടൽ റവന്യൂ എന്ന്. അപ്പോൾ റവന്യൂ ഒരു പാർട്ട് കഴിഞ്ഞു. ഇൻകം പാർട്ട് ടോട്ടൽ ചെയ്ത് വെച്ചു. ഇനി എന്താണ്? എക്സ്പെൻസസ്. എക്സ്പെൻസസിന് കുറേ സബ് ഹെഡിങ്സ് ഉണ്ട്. അപ്പോൾ ഓരോന്നുള്ളതെല്ലാം നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുള്ള ഹെഡിങ്സ് മാത്രം നമ്മൾ റെക്കോർഡ് ചെയ്താൽ മതിയാവും. എക്സ്പെൻസസ്. ഫസ്റ്റ് ഐറ്റം ഇസ് പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. പർച്ചേസ് ഉണ്ടല്ലോ, പർച്ചേസ് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടായിരുന്നു, ട്രയൽ ബാലൻസിനുള്ളിലുണ്ടായിരുന്നു പർച്ചേസ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഐറ്റവും കൂടെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നും കൂടെ പറഞ്ഞായിരുന്നു. ഫ്രൈറ്റ് ഇൻവേർഡ് എന്നും പറഞ്ഞൊരു എക്സ്പെൻസും കൂടെ ഉണ്ടായിരുന്നു, അതിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സോ നെക്സ്റ്റ് വർക്കിംഗ് ഇസ് തേർഡ് നോട്ട് ഇസ് പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. പർച്ചേസസ് 6,10,000 ആറ്റ് ഫ്രൈറ്റ് ഇൻവേർഡ്സ് 20,000. സോ ദി ടോട്ടൽ പർച്ചേസ് കെയിം ടു 6,30,000 rupees. നമ്മൾ പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് നോട്ട് നമ്പർ 3, 6,30,000. ഇനി അടുത്തത് എന്താണ്? ചേഞ്ചസ് ഇൻ ഇൻവെൻട്രി. ഇവിടെ എന്താ ചെയ്യുന്നത്? ഓപ്പണിംഗ് ഇൻവെൻട്രിയും ക്ലോസിംഗ് ഇൻവെൻട്രിയും തമ്മിലുള്ള ചേഞ്ച് എത്ര ആണെന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ നോക്കിയാൽ ഇവിടെ ഓപ്പണിംഗ് ഇൻവെൻട്രി ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ടായിരുന്നു, അത് 89,000 rupees ആയിരുന്നു. ക്ലോസിംഗ് ഇൻവെൻട്രി നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റിലും തന്നിട്ടുണ്ടായിരുന്നു, ദാറ്റ് ഇസ് 64,000. നമ്മളെപ്പോഴും ഓപ്പണിംഗ് ഇൻവെൻട്രി മൈനസ് ക്ലോസിംഗ് ഇൻവെൻട്രി എന്നാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ക്ലോസിംഗ് ഇൻവെൻട്രിക്ക് ഒരു ബ്രാക്കറ്റ് കൊടുത്തത്. നമുക്ക് മൈനസ് ചെയ്തപ്പം പോസിറ്റീവ് 25,000 ആണ് കിട്ടിയത്. അതായത് ഓപ്പണിംഗ് ഇൻവെൻട്രി അല്ലേ ഇവിടെ കൂടി നിൽക്കുന്നത്. അപ്പോൾ ഓപ്പണിംഗ് ഇൻവെൻട്രി എന്താണെന്ന് ചിന്തിക്കണമെന്നാണ് പറഞ്ഞത്. ഓപ്പണിംഗ് ഇൻവെൻട്രി ഈസ് ജസ്റ്റ് ലൈക്ക് എൻ എക്സ്പെൻസ് ആൻഡ് ക്ലോസിംഗ് ഇൻവെൻട്രി ഈസ് ജസ്റ്റ് ലൈക്ക് എൻ ഇൻകം. അപ്പോൾ ഇവിടെ ഡിഫറൻസ് എടുത്തപ്പം എക്സ്പെൻസ് ആണ് കൂടി കിടക്കുന്നത്. അപ്പോൾ നമുക്കിത് എന്താ? എക്സ്പെൻസിന് അണ്ടറിൽ കൊണ്ട് എഴുതിയത് എക്സ്പെൻസ് അത്രയും കണ്ട് കൂടും, 25,000 rupees എക്സ്പെൻസ് കൂടും. അതുകൊണ്ട് ബ്രാക്കറ്റ് ഒന്നും ഇടല്. ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരുന്നു കൂടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നെഗറ്റീവ് ആൻസർ വന്നേനെ. അത് നിങ്ങൾ അതേപോലെ നെഗറ്റീവ് സിമ്പിൾ വെച്ച് തന്നെയായിരുന്നു എക്സ്പെൻസിൻ്റെ അണ്ടറിൽ കൊണ്ട് എഴുതേണ്ടത്. ഇവിടെ അങ്ങനെയല്ല, പോസിറ്റീവാണ്. കാരണം എന്തുകൊണ്ടാണ്? എക്സ്പെൻസ് ആണ് കൂടി കിടക്കുന്നത്. നമ്മൾ എക്സ്പെൻസ് അണ്ടറിലല്ലേ ഇത് എഴുതാൻ പോകുന്നത്. സോ ഇറ്റ്സ് ഓക്കെ. ചേഞ്ച് ഇൻ ഇൻവെൻട്രി നോട്ട് നമ്പർ 4, 25,000 rupees. അതായത് ഓപ്പണിംഗ് ഇൻവെൻട്രിയും ക്ലോസിംഗ് ഇൻവെൻട്രിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. പിന്നീട് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്. അത് വർക്കിംഗ് ചെയ്തില്ലേലും ഒന്നുമില്ല, ഒരേ ഒരു ഐറ്റമേ നമ്മൾ കണ്ടുള്ളൂ, സാലറി പേ ടു ഓഫീസ് സ്റ്റാഫ്. അങ്ങനെ ഒരു ഐറ്റം ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് വർക്കിംഗ് നോട്ട് എഴുതിയില്ല അതിന്. 2,32,000 rupees. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ് ഇസ് ഫിനാൻസ് കോസ്റ്റ്. ഫിനാൻസ് കോസ്റ്റിൽ സാധാരണ നമ്മൾ എഴുതുന്നത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ, ഇൻട്രസ്റ്റ് ഓൺ ബോണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ്. ക്വസ്റ്റനിലുണ്ടല്ലോ, അവരൊരു ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. ഈ അക്കൗണ്ടിങ് പീരീഡിൽ
ഒരു 6 മാസത്തെ ഇൻട്രസ്റ്റ് മാത്രം കൊടുത്താൽ മതി. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. അതായത് ഫിനാൻസ് കോസ്റ്റ് എന്നുള്ള ഹെഡിങ്ങിലാണ്. ബോണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്ന 1 lakh ഇൻറ്റു 12% ഇൻട്രസ്റ്റ്, ദാറ്റ്സ് ഓൺലി ഫോർ 6 months. കാരണം ആ അക്കൗണ്ടിങ് പീരീഡിൽ അത്രയും കൊടുത്താൽ മതി. 6 months ഇൻട്രസ്റ്റ് ഡ്യൂ ആയിട്ടുള്ളത്, ദാറ്റ് ഇസ് 6,000 rupees. ഈ 6,000 rupees മാത്രമേ ഉള്ളൂ, മറ്റൊരു ഫിനാൻസ് കോസ്റ്റും ഇല്ല. ഇപ്പോൾ ഫിനാൻസ് കോസ്റ്റ് നമ്മൾ എഴുതി കഴിഞ്ഞു. നോട്ട് നമ്പർ 5. നെക്സ്റ്റ് ഇസ് ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ പറയുന്നുണ്ടല്ലോ, ബിൽഡിങ്ങിനും ഉണ്ട്, പിന്നീട് എക്യുപ്മെൻറ്റിനും ഉണ്ട്. അത് കാൽക്കുലേറ്റ് ചെയ്യാം. ഡിപ്രിസിയേഷൻ ഫോർ ബിൽഡിംഗ് ഏത് മെത്തേഡ് ഫോളോ ചെയ്യണമെന്നാണ് പറഞ്ഞത്? റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് അറ്റ് ദ റേറ്റ് ഓഫ് 5%. അപ്പോൾ റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കണ്ടെത്തണം? വി നീഡ് ടു ഡിറ്റർമിൻ ദ നെറ്റ് ബുക്ക് വാല്യൂ ആസ് ഓൺ ദാറ്റ് ഡേറ്റ്. നെറ്റ് ബുക്ക് വാല്യൂ എങ്ങനെ കണ്ടെത്തും? കോസ്റ്റിൽ നിന്നും ഇതുവരെ അതിന് ചാർജ് ചെയ്ത, അതായത് പ്രീവിയസ് ഇയേഴ്സിൽ മുൻ വർഷങ്ങളിൽ അതിന് ചാർജ് ചെയ്യുന്ന ഡിപ്രിസിയേഷൻ ഡിഡക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോസ്റ്റിൽ നിന്നും ഇതുവരെ ചാർജ് ചെയ്ത ഡിപ്രിസിയേഷൻ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ബുക്ക് വാല്യൂ. നെറ്റ് ബുക്ക് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ 5%, അതാണ് ഡിപ്രിസിയേഷൻ. സോ 98,000 മൈനസ് 19,600 അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ തന്നിട്ടുണ്ടായിരുന്നു. ദെൻ വി വിൽ ഗെറ്റ് നെറ്റ് ബുക്ക് വാല്യൂ ആൻഡ് ഇറ്റ്സ് 5%, ദാറ്റ് ഇസ് 3,920 rupees. നെക്സ്റ്റ് ഐറ്റം എക്യുപ്മെൻറ്റ്. എക്യുപ്മെൻറ്റിന് പക്ഷേ അവർ പറയുന്നത് ഏത് മെത്തേഡായിരുന്നു? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആകുമ്പം കോസ്റ്റ് പ്രൈസിന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. എക്യുപ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 1,40,000 rupees ആണ് ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത്. ഇറ്റ്സ് റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ ഇസ് 20%. സോ 1,40,000 ടൈംസ് 20% ഇസ് 28,000. ഇത് രണ്ടേ ഉള്ളൂ, വേറെ ഒരു അസറ്റിന് ഡിപ്രിസിയേഷൻ പറയുന്നില്ല. സോ ടോട്ടൽ ഡിപ്രിസിയേഷൻ കെയിം ടു 31,920 rupees. നമ്മൾ ഡിപ്രിസിയേഷനും റെക്കോർഡ് ചെയ്ത്. നോട്ട് നമ്പർ 6, 31,920 rupees. ഇനി അതർ എക്സ്പെൻസ്. കുറേ എക്സ്പെൻസുകൾ ഉണ്ടായിരുന്നല്ലോ, അതെല്ലാം നമുക്ക് 1 by 1 ആയിട്ട് എഴുതാം. റിപ്പയർസ്, ഇലക്ട്രിസിറ്റി, ദെൻ സെല്ലിംഗ് എക്സ്പെൻസ്, ഡിസ്കൗണ്ട് അലൗഡ്, ഇത്രയേ ഉള്ളൂ. അഡീഷണൽ ഇൻഫർമേഷനിൽ പ്രത്യേകിച്ച് എക്സ്പെൻസുകൾ ഇവിടെ എഴുതേണ്ട എക്സ്പെൻസുകളൊന്നുമില്ല. ഫിനാൻസ് കോസ്റ്റ് ഉണ്ടായിരുന്നു, അത് നമ്മൾ എവിടെ കൊണ്ട് എഴുതി? ബോണ്ടിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, നമ്മൾ ഫിനാൻസ് കോസ്റ്റ് എഴുതി. പിന്നീട് 2-3 എക്സ്പെൻസുകളുണ്ട്, ടാക്സും പിന്നീട് ഇൻട്രം ഡിവിഡൻ്റൊക്കെ, അതിൻ്റെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞു തരാമേ. ഇപ്പോൾ അതർ എക്സ്പെൻസ് സെൻറ്ററിൽ ഇത്രയേ വരുള്ളൂ, 1,27,500 rupees. അങ്ങനെ അതർ എക്സ്പെൻസ് നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി ഒന്നും തന്നെ ഇല്ല. ഇനി എന്ത് ചെയ്യുക? എക്സ്പെൻസിനെ എല്ലാം കൂടെ ആഡ് ചെയ്തെടുക്കുക. ഇൻകത്തിനെ എല്ലാം കൂടെ ടോട്ടൽ ചെയ്തതാണ്ട് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇനി എക്സ്പെൻസിനെ എല്ലാം കൂടെ ആഡ് ചെയ്തെടുത്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 10,52,420. ഇതാണ് 10,52,420 rupees. അതാണ് നമ്മുടെ എക്സ്പെൻസിൻ്റെ ടോട്ടൽ. ഇനി എന്താ ചെയ്യേണ്ടത്? ഇൻകം മൈനസ് എക്സ്പെൻസ്, ദെൻ വി വിൽ ഗെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ ഇൻകം മൈനസ് എക്സ്പെൻസ്, ഇൻകം തന്നെ ഇതാണ്. ദിസ് ഇസ് അവർ ഇൻകം ആൻഡ് ദിസ് ഇസ് അവർ എക്സ്പെൻസ്. സോ പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, കാരണം ടാക്സ് ചാർജ് ചെയ്യാൻ പറയുന്നുണ്ട്. 28% ഇൻകം ടാക്സ് ഉണ്ട്. ഇവിടെ ഞാൻ റെഡിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാ. തേർഡ് മൈനസ് ഫോർത്ത്. തേർഡ് എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂ 11,35,500 മൈനസ് ഫോർത്ത് എന്ന് പറയുന്ന എക്സ്പെൻസിൻ്റെ ടോട്ടലാണ്. ദാറ്റ് ഇസ് 10,52,420. ദാറ്റ് ഇസ് 83,080 rupees. ഇതാണ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. ടാക്സ് കൊടുക്കുന്നതിന് മുന്നേ ഉള്ള പ്രോഫിറ്റാണ്. ഇനിയും നമ്മുടെ പ്രോഫിറ്റ് കുറയും. എന്താണ്? നമുക്ക് ടാക്സ് കൊടുക്കേണ്ടി വരും. സോ ലെറ്റ്സ് പേ ടാക്സ്. അതുകൊണ്ട് അടുത്തത് ടാക്സ് എക്സ്പെൻസ്. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഇവിടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയിരിക്കുന്നത് പ്രോഫിറ്റിൻ്റെ 28%. പ്രോഫിറ്റ് ഇപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ് നമ്മുടെ പ്രോഫിറ്റ്. 83,080യുടെ 28%, ദാറ്റ് ഇസ് 23,262 rupees. ഡെസിമലിൽ വരും, ഞാൻ ഹോൾ നമ്പറാക്കി റൗണ്ട് ഓഫ് ചെയ്തൊക്കെ എഴുതിയെന്നേ ഉള്ളൂ. സോ പ്രോഫിറ്റ് മൈനസ് ടാക്സ് എക്സ്പെൻസ്, ദെൻ വി വിൽ ഗെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ 59,818 rupees. ഇനിയും ഐറ്റംസ് ഉണ്ട്, വേണമെങ്കിൽ നമ്മൾക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഏതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം? പ്രീവിയസ് ഇയർ പ്രോഫിറ്റിനെ ഇങ്ങോട്ട് ബ്രോട്ട് ഡൗൺ ചെയ്യുക. സോ ദെൻ ആ പ്രോഫിറ്റ് വിൽ ഇൻക്രീസ്. പിന്നീട് എന്തുണ്ട്? ഇൻട്രിം ഡിവിഡൻഡ് പേയ്മെൻ്റ് ഉണ്ട്, പിന്നീട് ഫൈനൽ ഡിവിഡൻഡ് പേയ്മെൻ്റ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ പ്രോഫിറ്റിനെ കുറയ്ക്കുന്നതാണ്. വേണമെങ്കിൽ നമുക്കിവിടെ അത് ഡിഡക്റ്റ് ചെയ്യാം. പിന്നീട് കോർപ്പറേറ്റ് ടാക്സും ഉണ്ട്, അതും വേണമെങ്കിൽ ഈ പ്രോഫിറ്റിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യാം. ഇത് ബാക്കി വരുന്ന പ്രോഫിറ്റിന് നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകണം? ബാലൻസ് ഷീറ്റിൽ റിസർവ് ആൻഡ് സർപ്ലസിലോട്ട്. ഞാൻ ഇവിടെ അതൊന്നും അഡ്ജസ്റ്റ് ചെയ്തില്ല. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കിട്ടിയ പ്രോഫിറ്റിനെ അങ്ങ് റിസർവ് ആൻഡ് സർപ്ലസിലോട്ട് കൊണ്ടുപോകാം. അവിടെ വെച്ച് നമുക്ക് ബാക്കി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഓക്കെ, ആ രീതിയാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ്? പാർട്ട് കണ്ടെയ്ൻസ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി ആൻഡ് ദി അതർ പാർട്ട് കണ്ടെയ്ൻസ് അസറ്റ്. ആദ്യം നമ്മൾ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി ആണ് എഴുതുന്നത്. അതിൻ്റെ അണ്ടറിൽ 4 മെയിൻ ഹെഡിങ്സ് ആണ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ഷെയർ ആപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെൻറ്റ്, ദെൻ നോൺ കറണ്ട് ലയബിലിറ്റി, കറണ്ട് ലയബിലിറ്റി.
അപ്പോൾ 1 by 1 ആയിട്ട് എടുക്കാം. ഫസ്റ്റ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അതിലാദ്യം ഏതാണ്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ അണ്ടറിൽ 2 മെയിൻ ഐറ്റം വരും, ഷെയർ ക്യാപിറ്റലും റിസർവ് ആൻഡ് സർപ്ലസും. സോ ലെറ്റ്സ് കാൽക്കുലേറ്റ് ഷെയർ ക്യാപിറ്റൽ. വർക്കിംഗ് നോട്ട് ഒന്ന് കാണിച്ചേക്കാം. ഓതറൈസ്ഡ് ഒക്കെ തന്നിരുന്നതല്ലേ, അതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്. സോ ഫസ്റ്റ് ഓതറൈസ് ക്യാപിറ്റൽ എന്താ നമുക്ക് മനസ്സിലായി. അഡ്ജസ്റ്റ്മെൻറ്റ് വായിച്ചപ്പം 1 lakh ഷെയർസ് ഓഫ് ₹10 ഈച്ച്, അങ്ങനെയാണ് 10 lakh ഡബിൾ അണ്ടർലൈൻ ചെയ്ത് ക്ലോസ് ചെയ്യുക. ഇത് ബാലൻസ് ഷീറ്റിൽ എവിടെയും കാണിക്കില്ല കേട്ടോ, വർക്കിംഗ് നോട്ടിൽ മാത്രം കാണിക്കത്തുള്ളൂ. പിന്നീട് സബ്സ്ക്രൈബ് ക്യാപിറ്റൽ 10 lakh ഒക്കെ നമുക്ക് റേസ് ചെയ്യാം, പക്ഷെ നമ്മൾ അത്രയൊന്നും റേസ് ചെയ്തിട്ടില്ല. എത്ര ഷെയർസ് ഇപ്പം അറ്റ് പ്രസൻറ്റ് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്? 30,000 ഷെയർസ് ഓഫ് ₹10 ഈച്ച്, ദാറ്റ് ഇസ് 3 lakh. ഈ 3 lakh ആണ് നമുക്ക് എവിടെ കൊണ്ടുപോകേണ്ട ഫിഗർ, ബാലൻസ് ഷീറ്റിലോട്ട് കാണിക്കേണ്ട ഫിഗർ. ഷെയർ ക്യാപിറ്റൽ 3 lakh, നോട്ട് നമ്പർ 1. ഇനി റിസർവ് ആൻഡ് സർപ്ലസിലോട്ട് പോവാം. ഓക്കെ, റിസർവ് ആൻഡ് സർപ്ലസ് എങ്ങനെ ചെയ്യുന്നു നോക്കാം. റിസർവ് ആൻഡ് സർപ്ലസ് രണ്ടിൽ ആദ്യം നമ്മൾ ട്രയൽ ബാലൻസിൽ കണ്ടുന്ന റീറ്റെയിൻഡ് ഏർണിങ്സ് എടുത്ത് എഴുതി. ഇതെന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയേഴ്സ് പ്രോഫിറ്റാണ്, അവർ മാറ്റി വെച്ചിരുന്ന പ്രോഫിറ്റ്, റീറ്റെയിൻ ചെയ്ത് വെച്ചിരുന്ന പ്രീവിയസ് ഇയേഴ്സ് പ്രോഫിറ്റാണ് ഈ 1,60,000. അതിൻ്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്തു, ഈ വർഷത്തെ പ്രോഫിറ്റ്. നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിലെ ഫൈനൽ ഫിഗർ 59,818. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ എത്ര വന്ന് നമ്മുടെ ഇപ്പോഴത്തെ പ്രോഫിറ്റ്? 2,19,818. ഇത് ഷെയർ ഹോൾഡേഴ്സിനുള്ളതാണ്, അതുകൊണ്ടാണ് ഇത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ അണ്ടറിൽ വരുന്നത്. ഇനി ഈ പ്രോഫിറ്റ് ഇത്രയും മാത്രം പ്രോഫിറ്റ് ഇല്ല, കാരണം ഇനി നമ്മൾ എന്തൊക്കെ കൊടുക്കാനുണ്ട്? ഡിവിഡൻഡ് പേ ചെയ്യണം, ടാക്സും പേ ചെയ്യണം. അപ്പം നമ്മുടെ പ്രോഫിറ്റ് അത്രയും കണ്ട് കുറയും. സോ ഫസ്റ്റ് ലെറ്റ്സ് പേ ഡിവിഡൻഡ്. ഡിവിഡൻഡ് ട്രയൽ ബാലൻസിൽ തന്നിരുന്ന 30,000 പെയ്ഡ് ഡിവിഡൻറ്റും പിന്നീട് ഇനി കൊടുക്കാനുള്ള ഫൈനൽ ഡിവിഡൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുള്ള 15,000. സോ ടോട്ടൽ 45,000. ഇപ്പോൾ ഡിവിഡൻഡ് പേയ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് അത്രയും കണ്ട് കുറയും. ഇനി എന്ത് ചെയ്യണം? ഈ ഡിവിഡൻറ്റിന് എന്തും ചാർജ് ചെയ്യണം? കോർപ്പറേറ്റ് ടാക്സ് 17%. അത് നമ്മുടെ പ്രോഫിറ്റിനെ കുറയ്ക്കും. സോ വി നീഡ് ടു ഡിഡക്ട് കോർപ്പറേറ്റ് ടാക്സ് ഡിവിഡൻറ്റ്. എങ്ങനെയാണ്? 45,000-ൻ്റെ 17%, ദാറ്റ് ഇസ് 7,650. എന്ത് ചെയ്യണം? 2,19,818 ഈ രണ്ട് ഫിഗേഴ്സും ഡിഡക്റ്റ് ചെയ്യണം. സോ ഫൈനൽ ടോട്ടൽ ഇസ് 1,67,168. വേറെ റിസർവ്സ് ഒന്നും ക്വസ്റ്റ്യനിൽ പറയുന്നില്ല, അതുകൊണ്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ഫിഗർ. വേറെ റവന്യൂ റിസർവോ ക്യാപിറ്റൽ റിസർവോ ഒന്നും പറയുന്നില്ല. സോ ഇത്രയും ഐറ്റംസേ ഉള്ളൂ. ഇതിനെ നമുക്ക് ബാലൻസ് ഷീറ്റിലോട്ട് കൊണ്ടുപോകാം. അണ്ടർ ദ ഹെഡിങ് റിസർവ്സ് ആൻഡ് സർപ്ലസ് 1,67,168, നോട്ട് നമ്പർ 2. ഇനി അടുത്തത് ഷെയർ ആപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെൻറ്റ്. നമ്മളിങ്ങനെ ഒരു ഐറ്റം ഈ ക്വസ്റ്റ്യനിൽ വായിച്ചില്ല, സോ ലീവ് ഇറ്റ്. നെക്സ്റ്റ് നോൺ കറണ്ട് ലയബിലിറ്റി. നോൺ കറണ്ട് ലയബിലിറ്റിയിൽ ഈ ക്വസ്റ്റ്യനിൽ ഒരൈറ്റം നമ്മൾ കണ്ടായിരുന്നു, ബോണ്ട് പേയബിൾ അല്ലേ. അപ്പോൾ അത് ലോങ് ടേം ബോറോയിങ്സ് എന്നുള്ള അണ്ടറിൽ എഴുതി. ഞാൻ പ്രത്യേകിച്ച് വർക്കിംഗ് നോട്ട്സ് ഒന്നും കൊടുത്തില്ല, ഒരു ഐറ്റം അല്ലേ ഉണ്ടായിരുന്നുള്ളൂ, 1 lakh. ഈ 1 lakh എന്ന് പറയുന്നത് ഏതാണ്? ബോണ്ട് പേയബിൾ ആണ്. വേറെ ഒരു ലോങ് ടേം ലയബിലിറ്റീസ് നമുക്കില്ല. നെക്സ്റ്റ് കറണ്ട് ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റി അണ്ടറിൽ ട്രേഡ് പേയബിൾ. ട്രേഡ് പേയബിളിന് നോട്ട് കൊടുത്തിട്ടുണ്ട്, കാരണം ബിൽസ് പേയബിൾ എന്തെങ്കിലും കാണും, അതുകൊണ്ടാണ്. ട്രേഡ് പേയബിൾ നോക്കേ, 2 ഐറ്റം ഉണ്ടായിരുന്നു, ക്രെഡിറ്റേഴ്സും ഉണ്ടായിരുന്നു, ബിൽസ് പേയബിളും ഉണ്ടായിരുന്നു. അങ്ങനെ ടോട്ടൽ 1,19,000 rupees ട്രേഡ് പേയബിൾ, നോട്ട് നമ്പർ 3. നെക്സ്റ്റ് അതർ കറണ്ട് ലയബിലിറ്റി. അതർ കറണ്ട് ലയബിലിറ്റി കുറേ ഐറ്റംസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിൽ ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിൽ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. സാലറി പേയബിൾ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്, 18,000. നെക്സ്റ്റ് നമുക്ക് കൊടുക്കാനുള്ള ഡിവിഡൻറ്റ് 30,000. ഡിവിഡൻറ്റ് ടോട്ടൽ 45,000 ഉണ്ട്. അതിൽ 30,000 ട്രയൽ ബാലൻസിൽ തന്നിരുന്നതാണ്, അത് ഓൾറെഡി പെയ്ഡ് ആണ്, അത് കാണിക്കേണ്ട കാര്യമില്ല. അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിരുന്ന ഫൈനൽ ഡിവിഡൻറ്റായ 15,000 രൂപ അൺപെയ്ഡ് ആണ്. സോ ഇറ്റ്സ് എ ലയബിലിറ്റി. പിന്നീട് ഇൻട്രസ്റ്റ് ഓൺ ബോണ്ട് ഔട്ട്സ്റ്റാൻഡിങ് 6,000 രൂപ ഇൻട്രസ്റ്റ് ഡ്യൂ ആയി കിടക്കുമെന്ന് പറഞ്ഞില്ലേ, അത് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അതൊരു ലയബിലിറ്റി ആയിട്ട് വരും. പിന്നീട് കോർപ്പറേറ്റ് ഡിവിഡൻറ്റ് ടാക്സും ലയബിലിറ്റിയാണ്, 7,615. ഇറ്റ്സ് നോട്ട് പെയ്ഡ്. സോ ദി ടോട്ടൽ കറണ്ട് ലയബിലിറ്റി കെയിം ടു 46,650 rupees. ഇത് നമ്മൾ ബാലൻസ് ഷീറ്റിലോട്ട് കൊണ്ടുവരണം. ലാസ്റ്റ് ഐറ്റം അതർ കറണ്ട് ലയബിലിറ്റി, നോട്ട് നമ്പർ 4, 46,650 rupees. ഇനി ഒരെണ്ണോടെ ഉണ്ട്, ഇൻകം ടാക്സ് ഉണ്ടായിരുന്നല്ലോ. ഇൻകം ടാക്സ് 28% നമ്മൾ കൊടുത്തിട്ടൊന്നുമില്ല, ടാക്സ് എക്സ്പെൻസ് പ്രൊവൈഡ് ചെയ്തു, പക്ഷേ അത് പ്രൊവിഷനായിട്ട് ക്രിയേറ്റ് ചെയ്യണ്ടേ, അത് ഷോർട്ട് ടേം പ്രൊവിഷൻ അണ്ടറിൽ എഴുതാം. ഒരേ ഒരു ഐറ്റമേ ഉള്ളൂ. ആ ഇൻകം ടാക്സ് 25% ഷുഡ് ബി ഷോൺ ആസ് ഷോർട്ട് ടേം പ്രൊവിഷൻ ഇൻ അണ്ടർ ദി ഹെഡിങ് കറണ്ട് ലയബിലിറ്റി. 23,262. അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ കാണിച്ച ഈ ഫിഗറാണ്, അതാണ്ട് ഇത് 23,262. ഇത് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നെയല്ലേ, രണ്ടെടുത്ത് വരത്തില്ലയോ. ഇത് അൺപെയ്ഡ് ടാക്സ് ആണ് യഥാർത്ഥത്തിൽ. വേണമെങ്കിൽ നിങ്ങൾക്ക് അതർ കറണ്ട് ലയബിലിറ്റിയിൽ എഴുതിയാലും മതിയായിരുന്നു. ഓക്കെ, നമ്മൾ
ലയബിലിറ്റി സൈഡ് ഫിനിഷ് ചെയ്തു. ടോട്ടൽ ചെയ്തെടുക്കുക. ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ് ആൻഡ് സർപ്ലസ് പ്ലസ് long term borrowings plus trade payable plus other current liabilities plus short term provision came to 7,56,080 rupees. അപ്പോൾ ഇത്രയാണ് ഒരു സൈഡ് ടോട്ടൽ. ഇനി അസറ്റ് സൈഡ് എടുക്കാം. അസറ്റ് സൈഡിൽ എന്തൊക്കെ വരുമെന്ന് നോക്കാം. ഇവിടെ അറിയാതാണ് ഈ 8 ഇത് യഥാർത്ഥ സെക്കൻഡ് വൺ ആണ്. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി എന്ന് പറയുന്നതായിരുന്നു ഫസ്റ്റ്. അസറ്റിൻ്റെ അണ്ടറിൽ നോൺ കറണ്ട് അസറ്റിൽ ഫിക്സ്ഡ് അസറ്റ്, ടാൻജിബിൾ മാത്രമല്ലേ ഉള്ളൂ. ഇൻടാൻജിബിളിനെ കുറിച്ച് ഈ ക്വസ്റ്റ്യനിലൊന്നും പറയുന്നില്ല. ടാൻജിബിൾ ഏതാണുള്ളത്? ടാൻജിബിൾ അസറ്റ് ബിൽഡിങ്ങും എക്യുപ്മെൻറ്റും ലാൻഡും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് നമ്മൾ ചെയ്യണം. വർക്കിങ്ങിലോട്ട് പോവാം. ടാൻജിബിൾ അസറ്റ് ലാൻഡിന് പ്രത്യേകിച്ച് ഡിപ്രിസിയേഷൻ ഒന്നുമില്ല. ജസ്റ്റ് റൈറ്റ് 70,000 rupees. ഇനി അടുത്തത് ബിൽഡിങ്ങിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ, ഡിപ്രിസിയേഷൻ എല്ലാം കഴിഞ്ഞ് വാട്ട് ഇസ് ദ നെറ്റ് ബുക്ക് വാല്യൂ. എങ്ങനെയാണ് ചെയ്യേണ്ടത്? കോസ്റ്റ് എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 98,000 rupees. അതിനുശേഷം അതിന് ഇതുവരെ ചാർജ് ചെയ്ത ഡിപ്രിസിയേഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രീവിയസ് ഇയേഴ്സ് ഡിപ്രിസിയേഷൻ 19,600 പ്ലസ് ഈ വർഷം നമ്മൾ ചാർജ് ചെയ്ത ഡിപ്രിസിയേഷൻ ദാറ്റ് ഇസ് 3,920. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? കോസ്റ്റിൽ നിന്നും 98,000 rupees ആയ കോസ്റ്റിൽ നിന്നും ഈ ടോട്ടൽ ഡിപ്രിസിയേഷൻ, ഇതുവരെ ചാർജ് ചെയ്ത ഡിപ്രിസിയേഷൻ ഡിഡക്റ്റ് ചെയ്യുക. ദെൻ വി വിൽ ഗെറ്റ് ദ നെറ്റ് ബുക്ക് വാല്യൂ ഓഫ് ബിൽഡിംഗ് ദാറ്റ് ഇസ് 74,480 rupees. ഇതേപോലെ എക്യുപ്മെൻറ്റിനെയും ചെയ്യണം. എക്യുപ്മെൻറ്റിൻ്റെ കോസ്റ്റ് പ്രൈസ് തന്നിട്ടുണ്ട് 1,40,000 rupees. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ 1,40,000 rupeesൽ നിന്നും ഇതുവരെ ആസറ്റിന് ചാർജ് ചെയ്ത ഡിപ്രിസിയേഷൻ ഡിഡക്റ്റ് ചെയ്യുക. ട്രയൽ ബാലൻസിൽ ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു. അവർ ഇതുവരെ 28,000 ചാർജ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഈ വർഷവും ചാർജ് ചെയ്തില്ലയോ? നമ്മളുടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞ 20%, 28,000. അങ്ങനെ ടോട്ടൽ 28 + 28 ദാറ്റ് ഇസ് 56,000 rupeesൻ്റെ ഡിപ്രിസിയേഷൻ ഇതുവരെ ചാർജ് ചെയ്തിട്ടുണ്ട്. സോ ദി നെറ്റ് ബുക്ക് വാല്യൂ വിൽ ബി 1,40,000 മൈനസ് 56,000 ദാറ്റ് ഇസ് 84,000. അപ്പോൾ ഇത്രയും ടാൻജിബിൾ അസറ്റ്സേ ഉള്ളൂ. അതെല്ലാം കൂടെ ആഡ് ചെയ്തെടുക്കുക ഈ 3 എണ്ണം. Then we will get 2,28,480 rupees as the total. നമ്മൾ ബാലൻസ് ഷീറ്റിലോട്ട് കൊണ്ടുപോവാം. 2,28,480. ഇനി കറണ്ട് അസറ്റ് വേറെ ഒന്നും തന്നെ ഇല്ല. ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ്സോ അല്ലാന്നുണ്ടെങ്കിൽ ഇൻടാൻജിബിൾ ഐറ്റംസോ ഒന്നുമില്ല. പിന്നെ നമുക്ക് കറണ്ട് അസറ്റിനായിട്ടുള്ള ഇൻവെൻട്രി ഉണ്ട്. ക്ലോസിംഗ് ഇൻവെൻട്രി അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട് 64,000 rupees. പിന്നീട് ട്രേഡ് റിസീവബിളിന് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഡെറ്റേഴ്സും ബിൽസ് റിസീവബിളും ഇല്ലായിരുന്നോ? ട്രേഡ് റിസീവബിളിൻ്റെ വർക്കിംഗ് ചെയ്യുക. ട്രേഡ് ഡെറ്റേഴ്സ് ദാറ്റ് ഇസ് 1,06,000. അതിൽ നിന്നും പ്രൊവിഷൻ ക്രെഡിറ്റ് സൈഡ് തന്നിട്ടുണ്ടായിരുന്നു 6,000 മൈനസ് ചെയ്യുക. ദെൻ ഇറ്റ് വിൽ ബി 1 lakh. ദെൻ വൺ മോർ trade receivable is there, that is bills receivable, 1,10,000. So the total of trade receivable came to 2,10,000. അങ്ങനെ 2,10,000 നമ്മൾ ബാലൻസ് ഷീറ്റിലോട്ട് കൊണ്ടുപോകണം. ബാലൻസ് ഷീറ്റിൽ നമ്മൾ 2,10,000 എഴുതി. ഇനി ലാസ്റ്റ് ഐറ്റം ക്യാഷ് ഇക്വലൻസ്, അത് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ടായിരുന്നു ട്രയൽ ബാലൻസിൽ. അതും കൂടെ റെക്കോർഡ് ചെയ്ത് ഇനി എന്ത് ചെയ്താൽ മതി? അസറ്റ് സൈഡ് എല്ലാം കൂടെ ടോട്ടൽ ചെയ്തെടുക്കുക. അസറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുമ്പോഴും നമുക്ക് എത്ര തന്നെ കിട്ടുന്നു? 7,56,080 rupees. നമ്മൾ ഫിനിഷ് ചെയ്തു. ബാലൻസ് ഷീറ്റ് കംപ്ലീറ്റ് ചെയ്തു. ദിസ് ഈസ് അവർ ബാലൻസ് ഷീറ്റ്. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് ഈക്വൽ ടു അസറ്റ്. അപ്പം നിങ്ങൾ സ്വന്തമായിട്ട് ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ചാപ്റ്റർ ഏകദേശം പറയാനുള്ള കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് പ്രീവിയസ് വീഡിയോ, ഈ വീഡിയോ ഒക്കെ ആയിട്ട്. ഇനി നിങ്ങൾ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ടെക്സ്റ്റിലെ പ്രാക്ടീസ് പ്രോബ്ലവും അതായത് പ്രാക്ടിക്കൽ പ്രോബ്ലം ഉണ്ടല്ലോ, അതും വർക്കൗട്ട് ചെയ്യുക. ഇലിസ്ട്രേഷൻസും വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.